രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ ഇപ്പോൾ ഔദ്യോഗികമായി പരസ്യപ്പെടുത്തിയിരിക്കുകയാണ്. സുപ്രീം കോടതി വെബ്സൈറ്റിലാണ് ഈ ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിലവിൽ 33 ജഡ്ജിമാരാണുള്ളത്. ഇതിൽ 21 പേരുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചുള്ള കണക്കുകളാണ് ഇപ്പോൾ സുപ്രീം കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ ജുഡീഷ്യറിയിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ ജഡ്ജിമാരും തങ്ങളുടെ സ്വത്ത് വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ കണക്കുകളിൽ ചില രസകരമായ അല്ലെങ്കിൽ ചില സവിശേഷമായ കാര്യങ്ങൾ കൂടി ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സുപ്രീം കോടതിയിലെ ഏറ്റവും സമ്പന്നനായ ജഡ്ജി ആരാണെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് KV വിശ്വനാഥനാണ്. കാരണം നിലവിൽ പരസ്യപ്പെടുത്തിയിരിക്കുന്ന കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ജസ്റ്റിസ് KV വിശ്വനാഥനായിരിക്കും ഏറ്റവും സമ്പന്നനായ ജഡ്ജി എന്ന് പറയാൻ വേണ്ടി കഴിയുന്നത്. അദ്ദേഹത്തിന് ഈ 120.96 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉള്ളതെന്നാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 2010 മുതൽ 2024 വരെ അദ്ദേഹം നൽകിയിരിക്കുന്ന ആദായ നികുതി 91.47 കോടി രൂപ ആണ് എന്നും ഈ കണക്കുകളിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഏറ്റവും അധികം ഇൻകം ടാക്സ് നൽകിയ, ആദായ നികുതി നൽകിയ ജഡ്ജി കൂടിയാണ് ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2009 ഏപ്രിലാണ് അദ്ദേഹം സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനായി അദ്ദേഹത്തിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. 2023 മെയ്യിലാണ് അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായി, അതായത് അഭിഭാഷകനിൽ നിന്ന് നേരിട്ട് സുപ്രീം കോടതി ജഡ്ജിയാകുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് KV വിശ്വനാഥൻ. കോയമ്പത്തൂരിന് സമീപത്തുള്ള പൊള്ളാച്ചിയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. പക്ഷേ പാലക്കാട് കൽപ്പാത്തി ഗ്രാമവുമായി അടുത്ത കുടുംബ ബന്ധങ്ങൾ കൂടിയുള്ള ഒരു വ്യക്തിയാണ് ജസ്റ്റിസ് KV വിശ്വനാഥൻ. അദ്ദേഹം 2029 ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആകാൻ സാധ്യത ഉള്ള വ്യക്തിയാണ്. മലയാളിയായ ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ്റെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ചില പ്രത്യേകതകളുണ്ട് എന്ന് പറയാം. കാരണം ഈ ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ നിക്ഷേപത്തിൽ ഭൂരിഭാഗവും നടത്തിയിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലാണ് എന്നാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ്റെ നിലവിൽ 5 മ്യൂച്വൽ ഫണ്ടുകളിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നിക്ഷേപമുള്ളത്. അതായത് നിലവിൽ അതിൻ്റെ വിപണി മൂല്യം ഏതാണ്ട് 7.94 ലക്ഷം രൂപയാണ് എന്നും ഈ കണക്കുകളിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ജസ്റ്റിസ് വിനോദ് ചന്ദ്രന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നിക്ഷേപത്തിൻ്റെ ഏറിയ പങ്കും ഈ മ്യൂച്വൽ ഫണ്ടുകളിലാണ്. ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ്റെ ഭാര്യയ്ക്ക് 8 മ്യൂച്വൽ ഫണ്ടുകളിലാണ് നിക്ഷേപമുള്ളത്. ഇതിൻ്റെ ഇപ്പോഴത്തെ വിപണി മൂല്യം 5.09 ലക്ഷം രൂപയാണ് എന്നും ഈ കണക്കുകളിൽ അല്ലെങ്കിൽ ഈ രേഖകളിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ജസ്റ്റിസ് വിനോദ് ചന്ദ്രന് പാലക്കാട്, അതുപോലെ തന്നെ ആലുവ, പൂണിത്തറ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വത്തുവകകൾ ഉണ്ട് എന്നും ഈ കണക്കുകളിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, അദ്ദേഹമാണ് ഈ സ്വത്തുവിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നതിന് മുൻകൈ എടുത്തിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നിക്ഷേപം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള നിക്ഷേപം പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട് ആണ് എന്ന് പറയേണ്ടി വരും. കാരണം 1989 മുതൽ പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ടിൽ അദ്ദേഹം പണം നിക്ഷേപിക്കുന്നുണ്ട്. നിലവിൽ അതിൻ്റെ മൊത്തം ഇപ്പോഴുള്ള നിക്ഷേപത്തിൻ്റെ തുക കണക്കാക്കുകയാണെങ്കിൽ അത് 1.06 കോടി രൂപയുടെ നിക്ഷേപം അദ്ദേഹത്തിന് പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ടിലുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ഭാര്യയുടെയും നിക്ഷേപത്തിൽ ഏറിയ പങ്കും ഈ പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ടിലാണ്. അവരുടെ ഭാര്യയുടെ നിക്ഷേപത്തിൻ്റെ മൂല്യം നിലവിൽ 64.51 ലക്ഷം രൂപയാണ് എന്നും ഈ പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ടിലെ നിക്ഷേപത്തിൻ്റെ പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ടിലാണ് എന്നും ഇതിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ മൊത്തം നിക്ഷേപം അദ്ദേഹത്തിനുള്ളത് 3.38 കോടി രൂപ ആണ് അദ്ദേഹത്തിൻ്റെ മൊത്തം നിക്ഷേപമായി ഇതിൽ ഉള്ളത്. ഇതിന് പുറമെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് ദക്ഷിണ ഡൽഹിയിലെ DDA ഫ്ലാറ്റിൽ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഡൽഹിയിലെ പ്രശസ്തമായ കോമൺവെൽത്ത് ഗെയിംസ് വില്ലേജിൽ അദ്ദേഹത്തിന് ഒരു 4 ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിനു പുറമെ ഗുരുഗ്രാമിലും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലും അദ്ദേഹത്തിന് വസ്തുവകകൾ ഉണ്ട് എന്നും ഈ കണക്കുകളിൽ ചെയ്യുന്നുണ്ട്. നിയുക്ത ചീഫ് ജസ്റ്റിസ്, അതായത് മെയ് 14 ഇന്ത്യയുടെ നിയുക്ത ചീഫ് ജസ്റ്റിസായി അധികാരമെടുക്കുന്ന ജസ്റ്റിസ് BR ഗവായിയുടെ കണക്കുകളും ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ജസ്റ്റിസ് BR ഗവായിക്ക് ഈ 3 ഇടങ്ങളിലാണ് അദ്ദേഹത്തിന് വീടുകളുള്ളത്. മഹാരാഷ്ട്രയിലെ അമരാവതി, അതുപോലെ തന്നെ മുംബൈയിലെ ബാന്ദ്ര, ന്യൂഡൽഹിയിലെ ഡിഫൻസ് കോളനി എന്നിവിടങ്ങളിലാണ് അദ്ദേഹത്തിന് അപ്പാർട്ട്മെൻറ്റുകൾ ഉള്ളത്. ഇതിനു പുറമെ അദ്ദേഹത്തിന് ഈ ഷെയറുകളിലും പ്രോവിഡൻറ്റ് ഫണ്ടിലുമൊക്കെയായി 42.77 ലക്ഷം രൂപയുടെ നിക്ഷേപമാണ് ജസ്റ്റിസ് BR ഗവായിക്ക് നിയുക്ത ചീഫ് ജസ്റ്റിസിനുള്ളത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തിന്
1.3 കോടി രൂപയുടെ ബാധ്യത ഉണ്ട് എന്നും, അതായത് ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള ബാധ്യതകൾ ഉണ്ട് എന്നും ഈ കണക്കുകളിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 21 ജഡ്ജിമാരുടെ ഈ വിശദാംശങ്ങളാണ് ഇപ്പോൾ, അവരുടെ സ്വത്തുവകകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ പരസ്യപ്പെടുത്തിയിട്ടുള്ള. ബാക്കിയുള്ള ജഡ്ജിമാരുടെ സ്വത്തുവകകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വൈകാതെ പരസ്യപ്പെടുത്തുമെന്നാണ് സുപ്രീം കോടതി വൃത്തങ്ങൾ പറയുന്നത്.